ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മത്തങ്ങയും വാഴയ്ക്കയും ചേർത്തിട്ടുള്ളൊരു വൻപയർ കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 100 ഗ്രാം വൻപയറാണ് എടുത്തിട്ടുള്ളത്. വൻപയറെല്ലാം നമുക്ക് 3-4 മണിക്കൂർ കുതിർത്ത ശേഷം വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് വേവിച്ചാൽ മാത്രം മതിയാകും. കറിയുടെ അരപ്പിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ്. അതോടൊപ്പം 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. വാഴയ്ക്കയും മത്തങ്ങയും എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം എത്രയാണോ അത്രയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തീ കൂട്ടിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. കഷ്ണങ്ങളൊക്കെ പാതി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ കൂടി ചേർത്ത് കൊടുക്കാം. പയർ വേവിച്ച ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ പകുതിയാണ് പയർ വേവിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. 1/4 ഭാഗം തക്കാളി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസമായിട്ടുണ്ടാവും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണ്. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വൻപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വേറെ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളകിൻ്റെ ഒരേ ഒരു ടേസ്റ്റ് മാത്രമാണ് ഇതിലുള്ളത്. നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ എരിവ് കൂടാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.